മണ്ഡലത്തിൽ ഇപ്പോൾ തുടങ്ങിവെച്ചതും ഇനി വരും വർഷങ്ങളിൽ പൂർത്തിയാക്കാനുള്ളതും പുതുതായി ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുമായ പദ്ധതികളെക്കുറിച്ച് പി രാജീവ് MLA ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനനുസരിച്ച് വിവിധ മേഖലകളിലെ പദ്ധതികൾ കൊണ്ട് മുഖം മാറാൻ പോകുന്ന കളമശ്ശേരിയെക്കുറിച്ചാണ് ഇത്. ജുഡീഷ്യൽ സിറ്റി ഇതാകും കളമശ്ശേരിയുടെ പുതിയ അടയാളം. ജുഡീഷ്യൽ സിറ്റി 1000 കോടി രൂപ ചെലവിൽ 27 ഹെക്ടറിൽ നിർമ്മിക്കുന്ന ഈ സമുച്ചയം കേരളത്തിൽ നീതിയുടെ സ്ഥിരാകേന്ദ്രമാകും. കേരള ഹൈക്കോടതിയും അനുബന്ധ ഓഫീസുകളും സംവിധാനങ്ങളും വിശാലമായ റോഡുകളും മെട്രോ കണക്ടിവിറ്റിയും ഒക്കെയായി കളമശ്ശേരി ഒരു ആധുനിക നഗരമാകും. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലീഗൽ ഹബ്ബാകും ജുഡീഷ്യൽ സിറ്റി. അദാനി ലോജിസ്റ്റിക് പാർക്ക് കേരളത്തിന്റെ തന്നെ വ്യവസായ കുതിപ്പിന് പ്രേരകമാകുന്ന പദ്ധതിയാണ് 600 കോടി രൂപയുടെ അദാനി ലോജിസ്റ്റിക് പാർക്ക്. കളമശ്ശേരി HMTക്ക് സമീപം 70 ഏക്കറിൽ 1.3 മില്യൺ ചതുരശ്ര അടി ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങളാണ് വികസിപ്പിക്കുന്നത്. 1500 പേർക്ക് ഇവിടെ ജോലി ലഭിക്കും. ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന്റെ കയറ്റുമതി ശേഷി വർദ്ധിപ്പിക്കും. കളമശ്ശേരിയുടെ കുതിപ്പിൽ സുപ്രധാന മുന്നേറ്റമാകും ഇത്. ലുലു ഫുഡ് പാർക്ക് ലുലു ഗ്രൂപ്പിന്റെ അത്യാധുനിക ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം. 400 കോടി രൂപ ചെലവിൽ കളമശ്ശേരിയിലെ 10 ഏക്കറിൽ 2 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് പാർക്ക് ഒരുങ്ങുന്നത്. കാർഷികോൽപ്പന്നങ്ങൾ ശേഖരിച്ചു സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുകയാണ് ലക്ഷ്യം. പഴങ്ങൾ, പച്ചക്കറികൾ, അരി, ചായപ്പൊടി, പഞ്ചസാര, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ഇവിടെ സംസ്കരിച്ച് വിപണിയിലെത്തിക്കും. വലിയ തൊഴിലവസരങ്ങളാണ് ഫുഡ് പാർക്കിൽ തുറക്കുന്നത്. ടെക്നോളജി ഇന്നൊവേഷൻ സോൺ കിൻഫ്ര ഹൈടെക് പാർക്കിൽ സ്റ്റാർട്ടപ്പുകൾക്കായി ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ഇക്കൊല്ലം ബജറ്റിൽ 20 കോടി രൂപയാണ് അനുവദിച്ചത്. ചെറുതും വലുതുമായ 100 കണക്കിന് സ്റ്റാർട്ടപ്പുകൾ ഇവിടെ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രഫീൻ ഭാവിയുടെ പദാർത്ഥം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗ്രഫീൻ മേഖലയിൽ ഗവേഷണം, ഇന്നൊവേഷൻ എന്നിവയ്ക്കായി ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രഫീൻ കളമശ്ശേരിയിൽ സ്ഥാപിക്കുകയാണ്. നേരത്തെ 86.41 കോടി രൂപ അനുവദിക്കപ്പെട്ട പദ്ധതിക്കായി ബജറ്റിൽ സംസ്ഥാനം 6.5 കോടി രൂപ വേറെയും അനുവദിച്ചു. സയൻസ് പാർക്ക് സംസ്ഥാനത്ത് പുതുതായി സ്ഥാപിക്കുന്ന 3 സയൻസ് പാർക്കുകളിൽ ഒന്ന് കളമശ്ശേരിയിലാണ്. പാർക്കിന് 200 കോടി രൂപയാണ് മുതൽ മുടക്ക്. മെറ്റീരിയൽ സയൻസ്, മറൈൻ സയൻസസ് എന്നീ മേഖലകളിൽ കൊച്ചി സർവകലാശാലയുമായി സഹകരിച്ചാകും നടത്തിപ്പ്. അത്യാധുനിക ഡിജിറ്റൽ എക്സ്പീരിയൻസ് സെന്ററുകൾ പാർക്കിലുണ്ടാകും. കൊച്ചി സർവകലാശാലയിൽ ആകെ 402 കോടി രൂപയുടെ വികസനമാണ് നടപ്പാക്കിയത്. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്തിനായി 97 കോടി രൂപ, ട്രാൻസ്ലേഷണൽ റിസർച്ചിനായി 26 കോടി, ഉപകരണങ്ങൾ വാങ്ങാൻ 142 കോടി, കെട്ടിടങ്ങൾക്കായി 100 കോടി, പെൺകുട്ടികളുടെ ഹോസ്റ്റലിന് 36 കോടി രൂപ എന്നിങ്ങനെ ചെലവാക്കി. കൊച്ചി സർവകലാശാല ക്യാമ്പസിൽ സ്റ്റേഡിയം, സിന്തറ്റിക് ട്രാക്ക്, ഫുട്ബോൾ ടർഫ് ഉൾപ്പെടെ സമഗ്ര കായിക സൗകര്യ വികസന പദ്ധതികളുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാവുകയാണ്. 10 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ 100 കോടി രൂപ ചെലവിൽ BPCL കൊച്ചി റിഫൈനറി കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപ്പക്കാർക്ക് വളർച്ചയുടെ വാതായനങ്ങൾ തുറക്കും. വിദ്യാർത്ഥികൾക്ക് സൗജന്യ താമസം, ഭക്ഷണം, യൂണിഫോം എന്നീ ഇനങ്ങളിലായി 10 കോടി രൂപ വർഷം തോറും ചെലവഴിക്കും. 1600 വിദ്യാർത്ഥികളെ ഓരോ വർഷവും പ്രവേശിപ്പിക്കും. സീപോർട്ട് എയർപോർട്ട് റോഡ് 4 നൂറ്റാണ്ടായി മുടങ്ങിക്കിടന്ന സീപോർട്ട് എയർപോർട്ട് റോഡ് യാഥാർത്ഥ്യമാവുകയാണ്. 74 കോടി 7 ലക്ഷം രൂപയാണ് പാതയ്ക്കായി അനുവദിച്ചത്. പി രാജീവ് MLA മുൻകൈയിൽ പ്രതിരോധ വകുപ്പുമായും NADയുമായും ദക്ഷിണ നാവിക കമാൻഡുമായും ഒക്കെ ആവശ്യമായ ചർച്ചകൾ നടത്തി കുരുക്കഴിച്ചു. ടെൻഡറായി നിർമ്മാണം ഉടൻ തുടങ്ങുകയാണ്. HMT ഫ്ലൈ ഓവർ HMTക്കടുത്ത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ വിഭാവനം ചെയ്യുന്ന ഫ്ലൈ ഓവർ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കും കാക്കനാട്ടേക്കും തിരിച്ചുമുള്ള ഗതാഗതം സുഗമമാക്കും. കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ 466 കോടി രൂപ ചെലവിൽ സംസ്ഥാന സർക്കാർ സാക്ഷാത്കരിച്ച കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിനെ
കൂടുതൽ ആധുനീകരിക്കും. ഇനി നമ്മുടെ സ്വപ്നം 2031 ആകുമ്പോഴേക്കും കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിനെ രാജ്യാന്തര നിലവാരത്തിലുള്ള ചികിത്സാ കേന്ദ്രമായും ഗവേഷണ കേന്ദ്രമായും ഉയർത്താനാണ്. സാമൂഹ്യ സുരക്ഷ ലക്ഷ്യമിട്ട് പി രാജീവ് MLA നേതൃത്വത്തിൽ 24 സ്നേഹ വീടുകൾക്ക് കല്ലിട്ടു. 15 വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറി. 100 വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇനി നാം നടക്കുന്നത്. 2031 ആകുമ്പോഴേക്കും നമുക്ക് ആ ലക്ഷ്യത്തിലെത്തണം. കൃഷി വിപുലീകരണം. 1000 ഏക്കറിലാണ് നാം ഇപ്പോൾ നെൽകൃഷി നടപ്പാക്കിയത്. അടുത്ത 5 വർഷം കൊണ്ട് അത് ഇരട്ടിയാകണം. കരിമ്പ് കൃഷി പുനരാരംഭിച്ചത് 40 വർഷത്തിന് ശേഷമാണ്. ജോലി എളുപ്പമാക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചു നാം. അത്തരം സാങ്കേതിക വിദ്യകൾ വ്യാപിപ്പിക്കും. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സംസ്കരണം വിപുലമാകും. ഓപ്പറേഷൻ വാഹിനി. ഓപ്പറേഷൻ വാഹിനിയിലൂടെ നാം മണ്ഡലത്തിലെ തോടുകളും ജലാശയങ്ങളും വൃത്തിയാക്കി. വെള്ളക്കെട്ടില്ലാത്ത സുരക്ഷിത നഗരമായി കളമശ്ശേരി മാറുകയാണ്. തുടങ്ങിവച്ച ജലസേചന പദ്ധതികളെല്ലാം പൂർത്തിയാകുമ്പോൾ നാം ലക്ഷ്യം വയ്ക്കുന്ന കാർഷിക സമൃദ്ധിക്ക് അത് പിന്തുണയാകും. ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരത്തിനും വഴിയൊരുക്കുകയാണ്. വിദ്യാലയങ്ങൾക്കൊപ്പം മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് വേണ്ടി ഇത്തവണ 30 കോടി രൂപ ചെലവഴിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾക്കും അപ്പുറത്ത് ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ പഠനോപാധികൾ ലഭ്യമാക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ചുള്ള പഠന സാമഗ്രികൾ നിലവിൽ നമ്മൾ സ്കൂളുകളിൽ വിതരണം ചെയ്തു തുടങ്ങി. അത് വ്യാപിപ്പിക്കും. റോബോട്ടിക് ലാബുകളും ഡ്രോൺ മേക്കിംഗ് പരിശീലനവും സ്കൂളിൽ തന്നെ നടപ്പാക്കുകയാണ് ഇനി ലക്ഷ്യം. ഈ പറഞ്ഞതൊന്നും സ്വപ്നങ്ങൾ മാത്രമല്ല. ഇന്ന് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ പൂർത്തിയാകുന്നു. ആധുനിക കേരളത്തിന്റെ ഭൂപടത്തിൽ കളമശ്ശേരി അഗ്നിനക്ഷത്രം പോലെ തിളങ്ങും. ആ മാറ്റത്തിന്റെ പ്രയാണത്തിൽ നമുക്ക് എന്നും ഒന്നിച്ചു നിൽക്കാം. കളറായി കളമശ്ശേരി.